ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഒരു ചെറിയ എലിയെ കൊന്നാലോ അല്ലെങ്കിൽ ഒരു ഉറുമ്പിനെ കൊന്നാലോ നമുക്ക് ആ ദിവസം മുഴുവൻ നമ്മൾ റിഗ്രറ്റ് ചെയ്യും. ഇത് അയ്യോ അങ്ങനെ ആയിപ്പോയല്ലോ. ഇൻ കേസ് നമ്മൾ ചുമ്മാ ഒരു കല്ലെടുത്ത് എറിയുമ്പോൾ ഒരു അണ്ണാന്റെ ദേഹത്ത് അല്ലെങ്കിൽ ഒരു പല്ലിയുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാലും ഒരു കിളിയുടെ ദേഹത്ത് കൊണ്ടുകഴിഞ്ഞാലും നമ്മൾ വിചാരിക്കും അയ്യോ അത് ചത്തുപോയല്ലോ. നമുക്ക് ആ ദിവസം വല്ലാത്തൊരു മൈൻഡ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് തന്നെ ഈ കൊല്ലുന്ന സമയത്ത് ഇവരുടെ ചൂട് ചോര ഇവന്റെ ദേഹത്തേക്ക് തെറിക്കുന്നുണ്ടാവും. ആ സമയത്തും അതെല്ലാം അവൻ ആസ്വദിച്ചാണ് അവനത് ചെയ്തതെന്നുള്ളതാണ്. ഒരാളെ കൊല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരാളെ കൊല്ലണ്ട, ഒരു ഇച്ചിരി ചോര കാണുമ്പോഴേ തലയിറങ്ങുന്ന ആളുകളാണ് പല ആളുകളും. എനിക്കങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ പോലും ഒരാളെ കൊന്നപ്പോൾ ഈ ഭയാനകമായ അവസ്ഥ കണ്ടിട്ട് അത് ആസ്വദിച്ചുകൊണ്ട് അടുത്ത ആളിനെ കൊല്ലുക, അവരുടെ വേദന കണ്ടിട്ട് അതിൽ ആനന്ദം കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് സൈക്കോപാത്തിനല്ലേ, ഒരു പക്ക സൈക്കോ ക്രിമിനൽ അല്ലേ, ബോണ്ട് ക്രിമിനൽ എന്നൊക്കെ ഇങ്ങനെ വേണേൽ വിളിക്കാൻ പറ്റും. പ്ലാൻഡ് മർഡർ കൂടിയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവൻ ഈ പറയുന്ന നമ്മുടെ ബാത്റൂമിന്റെ ടെറസിൽ നിന്ന് ചാടി അതുകൊണ്ട് വയ്യാതായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. തെളിവെടുപ്പിന് വരാൻ വയ്യ എന്നുള്ള രീതി, കാല് വയ്യ എന്നുള്ള രീതി അഭിനയിക്കുകയൊക്കെ ചെയ്തു. ആ വീഡിയോ നമുക്ക് ആദ്യം കണ്ടുനോക്കാം.